ബോസ് മലയാളം സീസൺ 7 നാളത്തെ വീക്കെൻഡ് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോമോ വന്നിരുന്നു. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിച്ചിരുന്നു. നാളെ എവിക്ഷനിൽ വന്നവരെ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. അനീഷിനെയും ഷാനവാസിനെയും ഇന്ന് ലാലേട്ടൻ സേവ് ചെയ്തിരുന്നു കേട്ടോ. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ബാക്കിയുള്ളവരെ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തിയിട്ട് ഇവരിൽ നിന്നും ആരാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രോമോ. സാബുമാനോട് ചോദിക്കുന്നുണ്ട്, ഭൂതത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആദിലെ ഇങ്ങനെ ഞെട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സാബുമാൻ ജസ്റ്റ് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു പ്രോമോ. ഈ ഒരു പ്രോമോയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ലാലേട്ടൻ്റെ ആ ഒരു കറുത്ത ജുബയാണ്. തകർപ്പൻ കോസ്റ്റ്യൂമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നത്തെ ലാലേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ആണല്ലോ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോമോ. നാളെ പുറത്താവാനായിട്ട് പോകുന്നത് ബിന്നിയാണ് ഈ ആഴ്ച ഹൗസിൽ നിന്നും പുറത്താവുന്നതെന്നാണ് അറിഞ്ഞത്. ബിന്നിയാണ് പുറത്താവുന്നതെന്നുള്ളതാണ് അറിഞ്ഞത്. ബിന്നി പുറത്തായെന്നുള്ള കാര്യം ഒഫീഷ്യലി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തന്നെ ഒരു വീഡിയോ ഇട്ട് അത് പുറത്ത് വിട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ബിന്നിയാണ് ഹൗസിന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ബിന്നി ഒരു മികച്ച ഗെയിമർ ആയിരുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. ബിന്നിയുടെ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് എന്താ പറയുക, പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രാഫാണ്. അതിന് വലിയ ഉയർച്ചകളോ താഴ്ചയോ ഏറ്റക്കുറച്ചിലുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഗ്രാഫായിരുന്നു ബിന്നിയുടേത്. അപ്പൊ അതുകൊണ്ട് ബിന്നി ഇത്രയും ദിവസം നിന്നതിന് വലിയ കാര്യം. ബിന്നിക്ക് എന്തോ ലോട്ടറി അടിച്ച പോലെയാണ് ഇത്രയും ദിവസം നിന്നത്. ശരിക്കും നൂബിൻ വന്നു പോയതിനു ശേഷമാണ് ഇത്രയും ഒന്ന് ആക്റ്റീവായിട്ട് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തത് വെച്ചിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നൂബിൻ വന്നു പോയതിനു ശേഷം തന്നെയാണ് ബിന്നി കുറെ കൂടി ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോഴായിരുന്നു ആ ജയിലിലെ പ്രശ്നവും അതൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ആക്റ്റീവായി ഇങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും തന്നെ ചെയ്യാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് സേഫ് ഗെയിം കളിച്ച് തന്നെ മുന്നോട്ട് പോയൊരു കണ്ടസ്റ്റന്റാണ് ബിന്നി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം എത്തി നിൽക്കുന്നത് ഒരു ലോട്ടറി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇങ്ങനെ ഒന്നും ചെയ്യാതെ അവിടെ പ്രേക്ഷകര് ഇത്രയും ദിവസം പിടിച്ചു നിർത്തിയത് തന്നെ വലിയ കാര്യമാണ്. അത് ബിന്നിയുടെ സീരിയൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം, മേ ബി പറയാൻ പറ്റില്ല. ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അത് ഇതിനു മുമ്പ് ഒരുപാട് ആഴ്ചകൾക്ക് മുമ്പ് 2-3 ആഴ്ചകൾക്ക് മുമ്പേ ഔട്ട് ആവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു. കൂടെ പുറത്താവുന്ന ഡബിൾ എവിക്ഷനിൽ പുറത്താവുന്നത് ആരാണെന്നുള്ള ഒരു കാര്യം അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് പുറത്തു വിടുന്നില്ല. ലാലേട്ടൻ അത് വളരെ കാര്യമായിട്ട് എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തു വിടുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.